വീണ്ടും ഇന്ത്യയിലെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുന്ന ഭീകര സംഘടന സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബംഗളൂരുവിൽ IS റിക്രൂട്ട്മെന്റ് ശൃംഖലയ്ക്കെതിരെ തന്നെ EDയുടെ മിന്നൽ റെയ്ഡ് യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ചേർത്തതും ഫണ്ട് സമാഹരണവും ഇവിടെ അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ്. അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തതും ഭീകര പ്രവർത്തനങ്ങൾക്കായി തന്നെ ഫണ്ട് സമാഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബംഗളൂരുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപകമായ റെയ്ഡ് നടത്തി. ED ബംഗളൂരു സോണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ആരംഭിച്ച പരിശോധന നഗരത്തിലെ 8 ഇടങ്ങളിലായി തന്നെ മണിക്കൂറുകളോളം തന്നെ നീണ്ടുനിന്നു. ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ED തയ്യാറാക്കിയ CIR പ്രകാരമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുമാത്രമല്ല ഇക്ര വെൽഫെയർ ട്രസ്റ്റ് അതുപോലെ തന്നെ മറ്റ് ഗൈഡഡ് ഫോർ മാർക്കറ്റ് എന്നീ സംഘടനകളും ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് ISലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ഭീകര പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുകയും ചെയ്യുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളാണ് അന്വേഷണത്തിന് കേന്ദ്ര ബിന്ദുവായി പറയുന്നത്. ഡിജിറ്റൽ തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ ഫണ്ട് കൈമാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ തന്നെ നിർണായക വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. UAPA നിയമത്തിലെ ഗൂഢാലോചന, ഭീകര ഫണ്ടിംഗ്, റിക്രൂട്ട്മെന്റ് എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവിടെ NIA മുൻപ് കേസെടുത്തിരുന്ന സംഭവത്തിൽ ഇർഫാൻ നസീർ, അഹമ്മദ് അബ്ദുൾ, മുഹമ്മദ് തക്ബീർ, സുഹൈദ് ഹമീദ്, ഷാഖിൽ എന്ന മുഹമ്മദ് ഷിഹാബ് എന്നിവർക്കെതിരെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ബംഗളൂരുവിലെ മുസ്ലിം യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇക്ര ക്യാമ്പ് എന്ന പേരിൽ വ്യക്തിത്വ വികസന വർക്ക്ഷോപ്പുകളും അതുമാത്രമല്ല ഖുറാൻ സർക്കിൾ എന്ന പേരിൽ ആഴ്ചതോറുമുള്ള പഠന ക്ലാസുകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവർ തീവ്രവാദ ആശയങ്ങൾ കുത്തിത്തിരികെ വെച്ചിരിക്കുന്നത് എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ യുവാക്കളെ തുർക്കി വഴി സിറിയയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ISന് വേണ്ടി യുദ്ധം ചെയ്യാൻ സജ്ജീകരിക്കുകയായിരുന്നു എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായി തന്നെ പറയുന്നത്. അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളുടെ മറവിൽ മുസ്ലിം യുവാക്കളിൽ ഭിന്നതയുണ്ടാക്കുവാനും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ഇവർ അതായത് എൻക്രിപ്റ്റഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്തുവെന്നും വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും സ്വരൂപിച്ച ഫണ്ടും സ്വന്തം സമ്പാദ്യവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുവാക്കളെ വിദേശത്തേക്ക് കടത്താൻ ഇവർ പണം കടത്തിയിരുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി തന്നെ കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ട് NIAക്ക് പുറമെ തന്നെ EDയും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. റെയ്ഡിൽ നിർണായക ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചതും അത് പിടിച്ചെടുക്കുകയും ചെയ്തതായുള്ള സൂചനകളടക്കമാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.